ഹലോ. 7 വയസ്സുവരെ മാത്രം ജീവിച്ച ഒരു അത്ഭുത ബാലനെക്കുറിച്ചാണ് ഞാനിന്നിവിടെ പറയുന്നത്. കുട്ടിക്കാലത്ത് തന്നെ വളരെയധികം ചിത്രങ്ങൾ വരച്ച് ലോകത്തെ അതിശയിപ്പിച്ചൊരു കുട്ടിയായിരുന്നു ക്ലിന്റ്. 1976 മെയ് 19 MD ജോസഫ് ചിന്നമ്മ ദമ്പതികൾക്ക് ജനിച്ച ഏക മകനായിരുന്നു ക്ലിന്റ് എന്ന ചുരുക്കപ്പേര് വിളിച്ചിരുന്ന എഡ്മണ്ട് തോമസ് ക്ലിന്റ്. തീരെ ചെറുപ്പത്തിൽ തന്നെ ഈ കുട്ടി ചിത്രങ്ങളോട് പ്രായത്തിൽ കവിഞ്ഞ താല്പര്യം കാണിച്ചിരുന്നുവെന്ന് മാതാപിതാക്കൾ പറയുന്നു. തന്റെ വീടിന്റെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലെ ആഘോഷങ്ങളുടെ ചിത്രങ്ങൾ വരയ്ക്കുന്നതിനായിരുന്നു ക്ലിന്റിന് ഏറെ താല്പര്യം. സാധാരണ രീതിയിൽ വർഷങ്ങളുടെ തപസ്യ കൊണ്ട് മാത്രം വരച്ചു തീർക്കാൻ കഴിയുന്ന മനോഹരമായ അനവധി ചിത്രങ്ങൾ ക്ലിന്റ് തന്റെ ക്ഷണികമായ ജീവിതത്തിനുള്ളിൽ വരച്ചു തീർത്തിരുന്നു. ക്ലിന്റിന് 5 വയസ്സുള്ളപ്പോൾ തന്റെ ചിത്രരചന മത്സരങ്ങളിലും മറ്റും സമ്മാനങ്ങൾ ലഭിക്കുകയുണ്ടായി. വൃക്കകൾക്ക് സംഭവിച്ച ഗുരുതരമായ രോഗം മൂലം തന്റെ 7ാമത്തെ ജന്മദിനത്തിനു മുമ്പായി 1983 ഏപ്രിൽ 15 വിഷുദിനത്തിൽ ക്ലിന്റ് മരണമടഞ്ഞു. ക്ലിന്റ് വരച്ച ചിത്രങ്ങളുടെ പ്രദർശനങ്ങൾ തിരുവനന്തപുരത്ത് നടക്കാറുണ്ട്. കൂടാതെ ക്ലിന്റിന്റെ ഓർമ്മയ്ക്കായി ചിത്രരചനാ മത്സരവും നടന്നു വരാറുണ്ട്. ആനന്ദ ഭൈരവി എന്ന മലയാള ചലച്ചിത്രത്തിന്റെ പ്രചോദനം ക്ലിന്റിന്റെ ജീവിതമായിരുന്നുവെന്ന് സംവിധായകൻ ജയരാജ് പറയുന്നു. വളരെ ചെറുപ്പത്തിൽ മരണമടയുന്ന അസാമാന്യ സംഗീത പാഠവുമുള്ള ഒരു കുട്ടിയുടെ കഥ പറയുന്ന ചിത്രമായിരുന്നു ആനന്ദ ഭൈരവി. 2014 സെപ്റ്റംബറിൽ പ്രശസ്ത ചലച്ചിത്ര സംവിധായകൻ ഹരികുമാർ ക്ലിന്റിന്റെ ജീവിതത്തെ ആസ്പദമാക്കി താൻ പുതിയൊരു ചിത്രമുണ്ടാക്കുകയാണെന്ന് പ്രഖ്യാപിച്ചു. ക്ലിന്റ് എന്ന് തന്നെ പേരിട്ട ചിത്രം ഷൂട്ടിംഗ് തീർത്ത് 2017 ഓഗസ്റ്റ് 11 പുറത്തിറക്കി. സിനിമയുടെ ട്രെയിലർ 2017 ജൂലൈ 25 പുറത്തിറക്കി. ഒടുവിൽ ക്ലിന്റ് എന്ന ചിത്രം 2017 ഓഗസ്റ്റ് 11 പുറത്തിറക്കുകയും ചെയ്തു. ക്ലിന്റിന്റെ വേഷം മാസ്റ്റർ അലോക് അഭിനയിക്കുമ്പോൾ ഉണ്ണി മുകുന്ദൻ, റിമ കല്ലിങ്കൽ എന്നിവർ ക്ലിന്റിന്റെ മാതാപിതാക്കളായി അഭിനയിച്ചു. 7 വർഷത്തിൽ താഴെ മാത്രം പ്രായമുള്ള തന്റെ ജീവിതകാലത്ത് 25,000-ത്തിലധികം ചിത്രങ്ങൾ വരച്ചതിന് പേരുകേട്ട ഒരു ഇന്ത്യൻ ബാലപ്രതിഭയായിരുന്നു ക്ലിന്റ്. 1976 മെയ് 19 എറണാകുളം ജില്ലയിൽ കൊച്ചിയിലായിരുന്നു ക്ലിന്റിന്റെ ജനനം. 1983 ഏപ്രിൽ 15 6 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോഴായിരുന്നു ക്ലിന്റിന്റെ മരണം. പെയിന്റിംഗ്, ഡ്രോയിങ് മേഖലയിൽ മിടുക്കനായിരുന്നു ക്ലിന്റ്. ക്ലിന്റിന്റെ മാതാപിതാക്കളായ ജോസഫ്, ചിന്നമ്മ എന്നിവർ പ്രശസ്ത ഹോളിവുഡ് നടനും സംവിധായകനുമായ ക്ലിന്റ് ഈസ്റ്റ്വുഡിന്റെ പേരിലാണ് അദ്ദേഹത്തിന് ക്ലിന്റ് എന്ന പേര് നൽകിയിരുന്നത്. കേരളത്തിലെ കൊച്ചിയിലുള്ള തന്റെ വീടിനടുത്തുള്ള ഹിന്ദു ഉത്സവങ്ങളും പരമ്പരാഗത പരിപാടികളും വരയ്ക്കുന്നതിൽ ക്ലിന്റിന് വളരെ താല്പര്യമായിരുന്നു. 1983 വിഷുദിനത്തിൽ വൃക്ക തകരാറിലായതിനെ തുടർന്ന് ക്ലിന്റ് മരിക്കുമ്പോൾ വെറും 6 വയസ്സും 11 മാസവും മാത്രമായിരുന്നു പ്രായം. എന്നിട്ടും 25,000-ത്തോളം കലാസൃഷ്ടികൾ അവശേഷിപ്പിച്ചായിരുന്നു ക്ലിന്റ് യാത്രയായത്. 1995-ലും 2007-ലും കേരളത്തിലെ തിരുവനന്തപുരത്ത് നടന്ന പ്രദർശനങ്ങളിൽ ക്ലിന്റിന്റെ കൃതികൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. 5 വയസ്സുള്ളപ്പോൾ 18 വയസ്സിന് താഴെയുള്ള ചിത്രകാർക്കായി നടത്തിയ മത്സരത്തിലാണ് ക്ലിന്റിന് 1ാം സ്ഥാനം നേടിയത്. കേരളത്തിലെ കൊച്ചിയിലുള്ള ക്ലിന്റ് റോഡിന് ക്ലിന്റിന്റെ പേരാണ് നൽകിയിരിക്കുന്നത്. സെബാസ്റ്റ്യൻ പള്ളിത്തോട് ക്ലിന്റ് നിറങ്ങളുടെ രാജകുമാരൻ എന്ന ജീവചരിത്രം എഴുതിയത് ക്ലിന്റിനെ കുറിച്ചാണ്. എഡ്മണ്ട് തോമസ് ക്ലിന്റ് സ്മാരക ചിത്രരചനാ മത്സരം ക്ലിന്റിന്റെ ഓർമ്മയ്ക്കായി കൊച്ചിയിൽ നടക്കുന്നുണ്ട്. ക്ലിന്റ് 7 വയസ്സ് തികയുന്നതിന് മുമ്പ് ലോകത്തുനിന്ന് പോയ ആ കുഞ്ഞു ബാലപ്രതിഭയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.